ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് 2 നടക്കുന്ന ഖാദി ബോർഡ് LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഭീമറാവു അംബേദ്കറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനയുടെ കരട് രൂപീകരിക്കാൻ ഉള്ള കമ്മിറ്റിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 എന്നാൽ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എന്നെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 അതുകൊണ്ട് തന്നെ ഇന്ത്യ ദേശീയ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആചരിക്കുന്നത് നവംബർ 26 അടുത്തത് ആമുഖത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരെന്നൊക്കെ ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് USA ആണ്. USA നിന്നാണ് ഇന്ത്യ ആമുഖം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്നും ആത്മാവ് എന്നുമൊക്കെ വിളിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖത്തിൽ വരുത്തിയിട്ടുള്ള ഒരേ ഒരു ഭേദഗതി 1976 42 ഭേദഗതിയാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആമുഖത്തിൽ വരുത്തിയിട്ടുള്ള ഒരേ ഒരു ഭേദഗതി 1976 42 ഭേദഗതി. ആമുഖത്തിൽ നടത്തിയ ഈ 42 ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആമുഖത്തിൽ നടത്തിയ ഈ 42 ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടവ പറയാം. ആമുഖം, മൗലിക അവകാശങ്ങൾ എന്നിവ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. ഏകപൗരത്വം, പാർലമെൻ്ററി ജനാധിപത്യം എന്നിവ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ കടമെടുത്തിരിക്കുന്നത് USSR നിന്നാണ്, അതായത് റഷ്യ. അടിയന്തരാവസ്ഥ
എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1, അതായത് പാർട്ട് 1-ൽ യൂണിയനും ഭൂപ്രദേശങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണുള്ളത്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 3 ഭരണഘടനയുടെ ഭാഗം 2-ൽ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഭാഗം 2-ലുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഏത് തരം പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏകപൗരത്വമാണ്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 3-ലാണ് മൗലിക അവകാശങ്ങൾ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് USA-യിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ 6 ഉള്ളൂ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 1978-ലെ 44-ാം ഭേദഗതിയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി അഥവാ അമെൻമെൻറ്റ് 1978-ലെ 44-ാം ഭേദഗതി. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണെന്ന് ചോദിക്കാം. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശം മാത്രമാണ്. അത് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 300A-ലാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 14. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 17. 8 വയസ്സ് മുതൽ 14 വയസ്സുവരെ ഉള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A. ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 24-ലാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32 വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചതിന് ആർട്ടിക്കിൾ 32-നെയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ട് എന്നാണ്. അപ്പോൾ എന്താണ് റിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. മറ്റു കോടതികൾക്കൊന്നും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമില്ല. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഈ റിട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഈ ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടും ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിട്ട് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട്. പിന്നെയും റിട്ടുകളുണ്ട്, എന്നാലും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവന്നത് ഈ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിനെ കുറിച്ചാണ്. ഭാഗം 4-ൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്.
ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണിത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം വന്നിട്ടുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് ഏത് ഭാഗത്താണെന്ന്. അത് ഭാഗം 4-ലാണ്. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ആരുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഗാന്ധിജിയുടെ. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40. ഏകീകൃത സിവിൽ കോഡ് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ്. മദ്യനിരോധനം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. മദ്യനിരോധനം ആർട്ടിക്കിൾ 47, ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. ഇത് സമകാലീന പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. മദ്യനിരോധനം ആർട്ടിക്കിൾ 47, ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. അടുത്തത് ഭാഗം 4A-യിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് ആർട്ടിക്കിൾ 51A ഒറ്റ ആർട്ടിക്കിളാണ്. ഭാഗം 4A-യിലാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക ചുമതലകൾ എന്നൊക്കെ പറയും. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതെന്ന് ചോദിക്കുക. ഏതാണ്? 1976-ലെ 42-ാം ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 1976-ലെ 42-ാം ഭേദഗതിയാണ്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ ഇല്ലായിരുന്നു. ഈ ഭേദഗതി നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണ്. ഏതാണ്? ആമുഖത്തിൽ വരുത്തിയ ഭേദഗതിയും ഈ 1976-ലെ 42-ാം ഭേദഗതി തന്നെയാണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 51A. മൗലിക കടമകളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ 11. എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉള്ളത്? 11. എന്നാൽ ഇത് വന്നപ്പോൾ 10 ഉള്ളായിരുന്നു. ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളും കൂടെ പറയാം. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124. അതുപോലെ ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 280. പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 315. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 324. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 338. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആർട്ടിക്കിൾ 352. തെറ്റാൻ പാടില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 368. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത് ഏത് ഭരണഘടനാ വകുപ്പാണ്? ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ കൂടെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ. കൂറുമാറ്റ നിരോധന നിയമം 1985-ലെ 52-ാം ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സാക്കി കുറച്ച ഭേദഗതി 1989-ലെ 61-ാം ഭേദഗതിയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത് 1990-ലെ 65-ാം ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1992-ലെ 73-ാം ഭേദഗതി പ്രകാരമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി 2002-ലെ 86-ാം ഭേദഗതിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ
ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിവ നിലവിൽ വന്നത് 2003 89 ഭേദഗതി പ്രകാരമാണ്. GST നിലവിൽ വന്നത് 2017 101 ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന ഒരു വലിയ വിഷയത്തെ അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു ചെറിയ ക്ലാസ്സാണിത്. എക്സാമിന് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് പോയാൽ ഉറപ്പായും ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.